ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ ഡേ 1 വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. കാശ്മീരിലെ ഡേ 1 വീഡിയോ. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ഡ്രൈ ഫ്രൂട്ട് ഷോപ്പിലേക്കാണ് പോയത്. അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കാണിച്ച അത് ഇവിടുത്തെ കവ എന്ന് പറഞ്ഞ ഡ്രിങ്കാണത്. അതാണ് ഞങ്ങൾ ആദ്യം തന്നെ അത് കഴിക്കാൻ പോയി. തന്നെ ഡ്രൈ ഫ്രൂട്ട് ഷോപ്പിലാണത്. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ എല്ലാവരും വന്നാൽ വാങ്ങിക്കുക ഇവിടുത്തെ സാഫ്രോൺ ആണ്. അപ്പോൾ ആ സാഫ്രോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സൂം ചെയ്ത്, ഇതാണ് സാഫ്രോൺ. ഇത് നല്ലൊരു റേറ്റ് വരും. ഇത് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർക്കണില്ല. ഒരു നല്ലൊരു റേറ്റ് വരും. ഇതാണ് ആ ഷോപ്പ്, റെഡ് പേൾ സാഫ്രോൺ. ഇങ്ങനെ ഇഷ്ടംപോലെ ഷോപ്പുകൾ ഇവിടെ കാശ്മീർ, ശ്രീനഗർ ഈ ഭാഗത്തുണ്ട്. അതിനുശേഷം ഞങ്ങളിപ്പോൾ നേരെ പെഹൽഗാമിലേക്ക് പോവുകയാണ്. അപ്പോൾ റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആർമിയുടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവരുടെ വണ്ടിക്കാണ് അപ്പോൾ അവരെന്തോ ഒരു വാഹന വ്യൂഹം കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടി കടത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അത് ഈ കാണുന്നതാണ് അവരുടെ വാഹന വ്യൂഹം. ഇത് പോയതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും ഈ ആർമിയുടെ ഒരു മോണിറ്ററിങ് നമുക്ക് കാണാം. ഇവിടെ അത്രയും എന്താ പറയുക, ഇത്രയും എവിടെ നോക്കിയാലും ആർമിക്കാരാണ് ഇവിടെ. അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ, ശ്രീനഗർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലായിടത്തും ഒരു ആർമിയുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ്, ട്രെയിൻ പോകാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വളരെ പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിലാണ് ഈ ലെവൽ ക്രോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പെഹൽഗാമിലെത്തി. ഞാനിപ്പോൾ ഇവിടെ ഈ പെഹൽഗാമിലേക്ക് പോകുന്ന വഴി തന്നെ വളരെ അഡ്വഞ്ചറസ് ആണ്. നമുക്ക് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു കുതിരയിലാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കുതിര സവാരിയുടെ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. അതിപ്പോൾ എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം പെട്ടെന്ന് കുതിരയുടെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ഇവിടെ വീഡിയോ ഷെയ്ക്കാവും. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ, അതുപോലെ നമുക്ക് ഇവിടുത്തെ കാശ്മീരി ഡ്രസ്സുകളിൽ ഇട്ട് ഫോട്ടോ എടുക്കാം. ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ചാർജസ് വരും. പിന്നെ മാത്രമല്ല, ഈ കാശ്മീരി ഡ്രസ്സിലിട്ട് ഫോട്ടോ എടുക്കുന്നതിനും ഇടുന്നതിനും ഓരോന്നിനും നല്ല ചാർജാണ് ഇവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെച്ചാൽ നമ്മൾ എല്ലാം ബാർഗെയിൻ ചെയ്ത് മേടിക്കുക എന്നാൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ. എന്ത് ചെയ്യുമ്പോഴും ബാർഗെയിൻ ചെയ്യുക. കാരണം വെച്ചാൽ അവർ വായിൽ തോന്നിയ റേറ്റ് ആയിരിക്കും എല്ലാത്തിനും പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ കാശ്മീർ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ബാർഗെയിൻ ചെയ്യുക. കാരണം അവർ ഭയങ്കര റേറ്റ് ആയിരിക്കും പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ മലയാളികൾ കണ്ടാൽ അവർ റേറ്റ് ഒന്നുകൂടി കൂട്ടും.
അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ റേറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പൈസ പോകുന്നതാണ്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കുതിരസേവ, കുതിരയിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് വരെ നല്ലൊരു ചാർജാണ് ഇവർ ഈടാക്കുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ചിലവ് അത്രയും കൂടുതലാണ്. എന്നാലും നമുക്കൊരു ബെനിഫിറ്റ് വെച്ചാൽ ഇതുപോലെ ഈ കാശ്മീർ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് പറയുന്ന ചാർജ് വളരെ കൂടുതലാണ്. ഇതിപ്പോൾ വളരെ നല്ലൊരു ഫോട്ടോജനിക്കായ പ്ലേസാണിത്. ഇതിപ്പോൾ നമുക്ക് കാശ്മീരിൻ്റെ ബ്യൂട്ടി നന്നായിട്ട് ഒപ്പിയെടുക്കാൻ, നമ്മുടെ ക്യാമറ ഒപ്പിയെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ലൊരു ഇപ്പോൾ ഈ ഡ്രസ്സിലിട്ട് നല്ലൊരു ഫോട്ടോ എടുത്താൽ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിന് ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവരിപ്പോൾ ഓരോ ആംഗിളിലെ ഫോട്ടോനും എടുത്ത് ഓരോ വായുന്ന റേറ്റാണ് എല്ലാത്തിനും പറയുന്നത്. സിപ്പ് ലൈൻ പോകുന്ന ആ റോപ്പ് ഇവിടെ നിന്നാണ്, ഇതിൻ്റെ പൊക്കത്തു നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ സിപ്പ് ലൈനിൽ ഞങ്ങൾ പോയായിരുന്നു, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഈ കുതിരകളിലാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇനി കുതിരകളിൽ തിരിച്ച് ഞങ്ങൾ എവിടെ നിന്നാണോ ഞങ്ങൾ പിക്ക് ചെയ്ത് അവിടേക്ക് പോവുകയാണ്. ഈ കുതിരയെ നയിക്കാൻ ഓരോ ആളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ആളുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഒരു ആപ്പിൾ തോട്ടത്തിലേക്കാണ്. അവിടെ നമുക്ക് ആപ്പിൾ ജ്യൂസ്, അതുപോലെ ആപ്പിൾ കൊണ്ടൊക്കെ പല വിഭവങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. അവിടെ നിന്നാൽ നമുക്കെല്ലാം തരും. ഇതാണ് ആപ്പിൾ തോട്ടം. ഇത് ഞാൻ പലതും നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഇടയിലൂടെ നടക്കാൻ. നല്ലൊരു കൂളിംഗ് ആണ് ഇതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ. മാത്രമല്ല നമുക്ക് പലതരം നമുക്ക് ആപ്പിൾ കുറേ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം റോ ആപ്പിൾസാണ്, ഒന്നും പഴുത്തമായിട്ടൊന്നും കണ്ടിട്ടില്ല. മാത്രമല്ല ഇവിടെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ ജ്യൂസുകളും അതുപോലെ ആപ്പിളിൻ്റെ പലതരം ഡിഷസും ഇവിടെ അവൈലബിൾ ആണ്.
ഈ ഒരു സ്ഥലം കാശ്മീരിലെ ടൂറിസ്റ്റുകൾ അധികാരം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം കൂടിയാണത്. കാരണം ഇത് ടൂറിസം പാക്കേജിൽ ഇത് മിക്കവാറും ഇൻക്ലൂഡ് ആയിരിക്കില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ്. ഇപ്പോൾ ഇതിവിടെ ക്രിക്കറ്റ് ബാറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിപ്പോൾ അവർ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്നൊരു സ്ഥലമാണത്. ഇതിപ്പോൾ നമുക്ക് ദൂരെ നോക്കി കാണാം ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പാടവും മലയുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ആ പഹൽഗാമിൽ പോയപ്പോൾ തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് പോയി. അതുമാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിലും പോയി, പിന്നെ അതുപോലെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലും പോയി. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ ഹോട്ടലിൽ വന്നു. ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിലെ ഡിന്നർ. ഇപ്പോൾ ബുഫേ സിസ്റ്റമാണ്. മാത്രമല്ല ഇവിടുത്തെ ഡിന്നറിനും അതുപോലെ ലഞ്ചിനും പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നോൺ വെജ് ഐറ്റംസ് വളരെ കുറവാണ്. കൂടുതലും വെജ് ഐറ്റംസ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ബുഫേയിൽ ഉള്ള ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം.
അങ്ങനെ ഞങ്ങളിപ്പോൾ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഡേ 1 പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഡേ 2 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.